ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ വെളിയിൽ പോകുന്നുണ്ട്. പിന്നെ റമദാനാണ്, അതുകൊണ്ട് കഴിക്കാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ രാവിലെ നമ്മൾ കഴിച്ച് അങ്ങനെ ഇന്നിപ്പം രാവിലെ ഇപ്പോൾ എണീറ്റായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ ഫസ്റ്റ് ജിമ്മിൽ പോകുന്നു. ജിമ്മിൽ പോകാനാണ് ഇപ്പോൾ റെഡിയായി നിൽക്കുന്നത്. ഇനിയിപ്പോൾ ജിമ്മിൽ പോയിട്ട് അവിടെ നിന്ന് ചിക്കൻ വാങ്ങണം. ഇന്ന് ചിക്കൻ വാങ്ങണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചിക്കൻ എവിടെ നിന്നാണ് വാങ്ങുന്നത് ജോർജിയയിൽ എന്ന് കാണിച്ചു തരാം ഞാൻ. പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ മിസ് ചെയ്തു എൻ്റെ പഴയ അപ്പാർട്ട്മെൻറ്റും. അവിടെ കുറേ പട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരെല്ലാം കണ്ടാൽ ഓടി വരുമായിരുന്നു. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ മിസ് ചെയ്ത് അവിടുത്തെ മെമ്മറിയും കാര്യങ്ങളും. അവിടെ ഞാൻ ഏകദേശം 1.5 വർഷത്തോളം ഉണ്ടായിരുന്നു പഴയ അപ്പാർട്ട്മെൻറ്റിൽ. അപ്പം ഇപ്പം ഞാൻ ഫസ്റ്റ് എന്തായാലും ജിമ്മിൽ പോവുകയാണ്. ജിമ്മിൽ പോയിട്ട് ഞാൻ അങ്ങോട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകും. പിന്നെ ഡേറ്റ്സും വാങ്ങണമായിരുന്നു, അത് അവിടെയാണ് ലാഭത്തിന് കിട്ടുന്നത്. അപ്പം അവിടെ നല്ല ഫ്രഷ് ഇറാനി ഡേറ്റ്സും കിട്ടും. അപ്പം അതും കുറച്ച് ലാഭമാണ്. അപ്പം ഞാൻ അതെല്ലാം നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ കാണിച്ചു തരാം. പിന്നെ ആ പഴയ ബിൽഡിങ്ങും അപ്പാർട്ട്മെൻറ്റും അത് അടിപൊളിയാണ് അതിനെ കാണാൻ. അതൊരു റെസിഡൻഷ്യൽ ഏരിയ പോലെ ഇരിക്കും. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ അത് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. പ്ലസ് ഞാൻ അവിടുത്തെ മെമ്മറീസും കാര്യങ്ങളും, അവിടെ ഏത് അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചതും കാര്യങ്ങളും എല്ലാം ജസ്റ്റ് കാണിച്ചു തരാം. എല്ലാം നിങ്ങൾക്ക് എൻജോയ് ചെയ്യും എന്തായാലും. അപ്പം നമുക്ക് അതിലോട്ട് പോവാം. ആദ്യം നമ്മൾ ജിമ്മിലായിരിക്കും പോകുന്നത്, അതിനുശേഷം ചിക്കൻ വാങ്ങുന്നതും പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി അവിടെ പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കാം. അതായിരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ജിമ്മിലോട്ട് പോകാൻ ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി റോഡിലോട്ട് എത്തും. അപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ജിമ്മിലോട്ട് പോകുന്ന വഴി കണ്ട കാഴ്ചയാണിത്. ഒരു അമ്മൂമ്മ പറവകൾക്ക് ഫുഡ് കൊടുക്കുന്നു. എന്ത് നല്ല രസമല്ലേ കാണാൻ തന്നെ. അവർ നല്ല ഹാപ്പിയുമാണ്. അവർ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാ. എല്ലാ പറവകളും കൂടെ ഉണ്ട്. നല്ലൊരു വ്യൂ. അത് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ ഗൈസ് ജിമ്മിലെത്താറായി. ജിമ്മിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിമ്മിലെത്തി. അപ്പോൾ ഗൈസ് ജിമ്മിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുശേഷം അപ്പോൾ ജിമ്മ് കഴിഞ്ഞ് ഇനി എക്സിറ്റ് അടിക്കാൻ പോവുകയാണ് ഗൈസ്. ജിമ്മ് കഴിഞ്ഞ് ഇനി കാർ ടാപ്പിങ്ങാണ്. അപ്പം അടിച്ച് അപ്പോൾ ഇതാണ് ചിക്കൻ വാങ്ങുന്ന കട. ഇവിടെ നിന്ന് 1 കിലോ ചിക്കൻ വാങ്ങണം നമ്മൾ. അങ്ങനെ അതിനായിട്ട് വന്നതാണ്. ഇപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ നമ്മളെ ഓൾഡ് അപ്പാർട്ട്മെൻറ്റ് കാണാൻ പോകും. അതായത് ഫ്രഷ് ചിക്കൻ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു കുബൂസ് വാങ്ങുന്ന കട ഉണ്ട്. അപ്പോൾ അത് നോമ്പൊക്കെ അല്ലേ, അപ്പോൾ അതൊരു നല്ല ഒരു അഫോർഡബിൾ സാധനമാണ് ഇവിടെ. അപ്പം അതും വാങ്ങിച്ച് ഒരു ഡേറ്റ്സിലൊരു സാധനവും. അത് ഞാൻ എന്തായാലും അതിനുശേഷം ഇത് വാങ്ങിച്ചിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഓൾഡ് അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുക. ഇനിയിപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. പഴയ ഫ്ലാറ്റ് ഉണ്ടല്ലോ, അവിടെ എത്താറായി. ഇപ്പോൾ അതാ അവിടെ എത്തി. അന്ന് ഇറങ്ങിയായിരുന്നു. ഇനി പഴയ ഫ്ലാറ്റിൻ്റെ ബിൽഡിങ്സ് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ബിൽഡിങ്, പണ്ടത്തെ ഓൾഡ് നമ്മൾ താമസിച്ചിരുന്ന. അതിന് ശേഷമാണ് നമ്മൾ അവിടെ വന്ന. ഇതൊരു റെസിഡൻസ് പോലെയാണ്. വലിയ വലിയ നല്ല ബിൽഡിങ്സുകൾ ഇവിടെ ഉണ്ട്. ഫുൾ റെസിഡൻസാണ്. ഇനി നമുക്ക് നോക്കാം. നമ്മളെ കുറേ സ്നേഹിക്കുന്ന കുറേ പട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്ത് നോക്കാം. എൻ്റെ ഫ്രണ്ടും ഉണ്ട്, അവർ റെക്കഗ്നൈസ് ചെയ്ത് നോക്കാം. ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കുറച്ച് സർപ്രൈസ് ആയിട്ട് കുറച്ച് ഫുഡും വാങ്ങിച്ചിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിലാണ് പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു 1.5 കൊല്ലമായിട്ട് ഇവിടെ ആയിരുന്നു. നല്ല ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ നില. ഇതാണ് നമ്മളിവിടെ
ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള പട്ടികൾ. എന്നെ ഇപ്പോഴും അതിനറിയാം. പാലാട്ടിനോട് ഒരു പട്ടിയെ കണ്ടിട്ടുള്ളൂ. ഈ 2 പട്ടിയും കൂടെ കാണാനുണ്ട്. അവരെയൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് ഇതിനാദ്യം ഫുഡ് കൊടുക്കാം. ഇതിന് ഫുഡ് കൊടുത്തിട്ട് എന്തായാലും ഇവിടെ നിന്ന് പോവാറിയാം. അതിന് കണ്ണെന്തോ വയ്യെന്ന് തോന്നുന്നു. അപ്പൊ ഇതിനെന്തായാലും ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ച് ഇതാ കൊടുക്കാൻ പോവാ. എന്നിട്ട് ഇത് എപ്പോഴും ലാസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോകാറാണ് പതിവ്. ഇപ്രാവശ്യം ആ ശീലം ഉണ്ടാന്ന് നോക്കാം. എന്നിട്ട് അതൊക്കെ അടിച്ച് പൊട്ടിച്ച് അതെല്ലാം അങ്ങ് തിന്നും. അപ്പൊ നമുക്ക് വേറെ പട്ടി തപ്പാൻ പോവാല്ലേ? ഇവിടെ ഇരിക്കുന്ന സ്ഥലം ഇതിൻ്റെ ബാക്കിലായിരുന്നു നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഇതാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന അപ്പാർട്ട്മെൻറ്റ്. ഇതാണ് അപ്പാർട്ട്മെന്റ്. എവിടെയായിരുന്നു അടുത്ത ഒരു ഹസ്കി ഉണ്ട്, സ്ട്രീറ്റ് ഹസ്കി. ഇത് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുക. ഇത് നമ്മൾ പേരിട്ടതാണ്, ബോജോ എന്നാണ് പേരിട്ടത്. ഇതാ അപ്പം തന്നെ ആക്കുന്ന കണ്ടല്ലോ. ഇത്ര നാളായി ഇത്. അങ്ങനെ ഇതിനൊരു ഫുഡ് കൊടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, തുടങ്ങിയിട്ടുണ്ട്. ഇതിനാ ശീലയില്ല അങ്ങനെ എടുക്കുന്നത്. ജസ്റ്റ് നക്കിക്കൊണ്ടിരിക്കൂല്ലേ. തീർന്നാ? അപ്പോൾ ഗൈസ്, ഇപ്പം ഞാൻ പോയിട്ട് എത്തിയതേ ഉള്ളൂ. ഇനിയിപ്പം 1 മണിക്കൂറും കൂടെ ഉള്ളൂ റമദാൻ നോമ്പ് തുറക്കാൻ. ഇവിടെ നാട്ടിലെ ഒരു 9 മണിയൊക്കെ ആവും തുറക്കാൻ. ഇപ്പം ഇവിടെ ഒരു 6 മണിയായി. അപ്പം അങ്ങനെ ഞാൻ ഇപ്പം പെട്ടെന്ന് അത് കണക്കാക്കി ഞാൻ അവിടെയൊക്കെ ഫുഡൊക്കെ കൊടുത്ത് അതെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. അവിടെ എന്തായാലും പോവാതിരിക്കാമല്ല. അവിടെ അടിപൊളി ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് അത് ഇതാക്കാൻ പറ്റിയില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അവിടെ ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ അത് വലിയ വിഷയമില്ല. പക്ഷെ നമ്മളെ പോലെ പിള്ളേർക്കൊക്കെ ഭയങ്കര പാടായിരിക്കും. അവിടെ പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നത് നല്ല ദൂരമാണ്. ഇവിടെ നിന്ന് മെട്രോയിൽ നിന്ന് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അത്. അപ്പോൾ അത് 1.5 കൊല്ലം അവിടെ എങ്ങനെയൊക്കെയോ നിന്ന് അത്ര മെട്രോ വന്ന് ഇറങ്ങി വീണ്ടും ബസ് പിടിച്ച് നമുക്ക് പോകണമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയില്ല, വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഞാൻ ഈ അപ്പാർട്ട്മെൻ്റ് എടുത്ത് അതിൻ്റെ ചാനലിലുണ്ട് വ്ളോഗ്. ഞാൻ പുതിയ റൂമിൻ്റെ ഇത് കാണിച്ചായിരുന്നു നിങ്ങളടുത്ത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പോയി കാണാം. ഞാൻ അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. പിന്നെ അവിടുത്തെ ഇമോഷണൽ കണക്ഷൻ, അവിടുത്തെ പട്ടികൾ എപ്പോഴും കണ്ടാൽ ഓടി വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് വിട്ടിട്ട് വരാമെന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് ഇടയ്ക്കിടയ്ക്ക് പോയി അതും കൂടെ കാണാം. അപ്പാർട്ട്മെൻറ്റ് നല്ലൊരു ഏരിയ, ഒരു റെസിഡൻസ് പോലെ.
അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്തായാലും പിന്നെ ഇനിയിപ്പോൾ റമദാൻ തുറക്കാറായി. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ തുറന്ന് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഫുഡൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം റമദാൻ അങ്ങ് തുറക്കും. അപ്പം പിന്നെ നിങ്ങൾക്ക് നാളെ ഞാൻ വേറൊരു അടിപൊളി വ്ളോഗുമായിട്ട് വരാം. നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴത്തേക്ക് ഗുഡ് ബൈ.